നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ ഒരുപാട് വർഷത്തെ റിലേഷൻഷിപ്പുകൾ പോലും പെട്ടെന്ന് ബ്രേക്കപ്പായി പോകാറുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകളിൽ ബ്രേക്കപ്പിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഡിസിഷനിൽ എത്തുന്നതല്ല. ആദ്യം അവർ ആ ബന്ധത്തിൽ നിന്നും പതിയെ അകലുകയും പിന്നീട് അതൊരു ബ്രേക്കപ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഈ സ്ത്രീകൾ ഒരു ബന്ധത്തിൽ നിന്ന് അകലാൻ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു അകൽച്ച തോന്നാൻ പല കാരണങ്ങളുമുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ ഇത്തരം സിറ്റുവേഷൻസിൽ പല ആണുങ്ങളും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. സ്ത്രീകൾ റിലേഷൻഷിപ്പിൽ നിന്ന് അകലുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചില പുരുഷന്മാർ ഇവരുടെ പിന്നാലെ പോകും. അതുപോലെ തന്നെ ഇവരോട് എക്സ്പ്ലനേഷൻ തിരക്കും. അതുമാത്രമല്ല, ചിലപ്പോൾ ഇമോഷണലി ഇവരോട് റിയാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ അവരോട് പെരുമാറുന്നത് സത്യത്തിൽ തെറ്റായ കാര്യങ്ങളാണ്. ഇത് അവരെ നിങ്ങളിൽ നിന്നും കൂടുതൽ അകന്നു പോകാനായിരിക്കും പ്രേരിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരം കണ്ടന്റുകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോയിലെ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഇമോഷണൽ നീഡ്സ് ഒരിക്കലും കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് ഇങ്ങനൊരു തോന്നലുണ്ടാകുകയാണ്. അതായത് അവരെ നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവർ പറയുന്ന ഒരു കാര്യവും കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുപോലെ നിങ്ങൾക്കിടയിൽ യാതൊരു ഇമോഷണൽ കണക്ഷനുമില്ല. അതായത് വൈകാരികമായിട്ടുള്ള യാതൊരു അടുപ്പമോ ഫീലിങ്ങോ നിങ്ങൾക്കിടയിലില്ല. ഇത്തരത്തിലുള്ള തോന്നലുകൾ അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പതുക്കെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അകന്നു തുടങ്ങും. ഇനിയും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിലുള്ള ഒരു ഇമോഷണൽ സേഫ്റ്റി അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെയും അവർക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരം ക്രിറ്റിസിസം, അതുപോലെ ജഡ്ജ്മെൻ്റൊക്കെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ ഇതും അവരെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകാൻ ഒരു കാരണമാകും. ചില ആളുകൾ തമാശയെന്നും പറഞ്ഞുകൊണ്ട് പാർട്ട്ണർ സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ അവരസ്ഥാനത്ത് കോമഡി അടിക്കും. പറഞ്ഞയാളുടെ കാഴ്ചപ്പാടി അതൊരു കോമഡി ആണെങ്കിലും ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് അതത്ര കോമഡി ആകണമെന്നില്ല. അവർ പറയുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യത്തിനെ നമ്മളവിടെ ഒരു ജോക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് പലർക്കും ഇഷ്ടമല്ല. ഇത് പിന്നീട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായി തുറന്നു പറയാൻ അവർക്ക് മടിയുണ്ടാകും. ഇത് പിന്നീട് നിങ്ങൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കാരണം, നമ്മൾ ഓവറായിട്ട് അവരെ പ്രഷർ ചെയ്യുന്നു അഥവാ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും നമ്മൾ അവരെ പ്രഷർ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. ഇപ്പോൾ മെസ്സേജ് അയക്കുന്നതായിക്കോട്ടെ, ഫോൺ വിളിക്കുന്നതായിക്കോട്ടെ, അതുപോലെ തമ്മിൽ കാണുന്നതായിക്കോട്ടെ. ഇത്തരത്തിൽ നിങ്ങളുടെ പ്രഷർ ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്കിതൊക്കെ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ, ഇത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് ഇമോഷണലി സഫോക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ബന്ധത്തിനോട് ഒരു മടുപ്പ് തോന്നുകയും അവർ ആ ബന്ധത്തിൽ നിന്നും പതുക്കെ അകലുകയും ചെയ്യും. ഇനി നാലാമത്തെ കാരണം, നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പതുക്കെ അകന്നു തുടങ്ങും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കേണ്ടി വരികയാണെങ്കിൽ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പേഴ്സണലി യാതൊരു ഗ്രോത്തുമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോടുള്ള ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം നഷ്ടപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ലെവലപ്പ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.